നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. കുറ്റിപ്പുറത്ത് അപകടത്തിൽപ്പെട്ട സ്വകാര്യ ബസ് ഓടിയത് 100 കിലോമീറ്ററിലധികം വേഗതയിൽ. പ്രദേശത്ത് പരമാവധി വേഗപരിധി 50 കിലോമീറ്റർ മാത്രമാണ് നിരക്കെയാണ് ബസിന്റെ മരണപ്പാച്ചിൽ. വളവിൽ വാഹനം അമിത വേഗതയിലായിരുന്നതും മഴയെ തുടർന്നുണ്ടായ അക്വാ പ്ലെയിനിങ്ങുമാണ് അപകടത്തിന് കാരണമെന്ന് പ്രാഥമിക വിലയിരുത്തൽ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഏർപ്പെടുത്തിയ സൗജന്യ വെർച്വൽ ക്യൂ ദർശനം ഹിറ്റാകുന്നു. ഓഗസ്റ്റ് മാസത്തെ മുഴുവൻ സ്ലോട്ടുകളും അതിവേഗം ബുക്ക് ചെയ്തു. ഓൺലൈൻ ബുക്കിംഗ് സംവിധാനങ്ങൾ ഒരുക്കി ചുരുങ്ങിയ ദിവസങ്ങൾക്കകം തന്നെ ഭക്തർക്കിടയിൽ ഈ സംവിധാനം സ്വീകാര്യത നേടിയതോടെ വരും ദിവസങ്ങളിൽ എല്ലാ ദിവസവും വെർച്വൽ ക്യൂ ഏർപ്പെടുത്തുന്ന കാര്യം സജീവ പരിഗണനയിലാണെന്ന് ദേവസ്വം ചെയർമാൻ. വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആശാവർക്കർമാരുടെ അഭിമുഖത്തിലും വാർഡ് മെമ്പറെ ആശാവർക്കറായി നിയമിച്ചതിലും അപാകതയുണ്ടെന്ന് ആരോപിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ പഞ്ചായത്ത് യോഗത്തിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി പ്രതിഷേധിച്ചു. ആരോപണം വാസ്തവവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമേന്ദ്രൻ. ഹാൻസ് ചോദിച്ചത് നൽകാത്തതിന് അതിഥി തൊഴിലാളിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. കൊൽക്കത്ത സ്വദേശിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ കുന്നംകുളം കക്കാട് സ്വദേശി ബാലചന്ദ്രനാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലായിരുന്നു സംഭവം. കടവല്ലൂർ പഞ്ചായത്തിൽ ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ക്ലർക്കിന് സസ്പെൻഷൻ. തദ്ദേശ വിജിലൻസ് ഉദ്യോഗസ്ഥൻ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വാർത്തകൾ വിശദമായി. കുറ്റിപ്പുറത്ത് അപകടത്തിൽപ്പെട്ട സ്വകാര്യ ബസ് ഓടിയത് 100 കിലോമീറ്ററിലധികം വേഗത്തിൽ. പ്രദേശത്ത് പരമാവധി വേഗപരിധി 50 കിലോമീറ്റർ മാത്രമാണ് നിരക്കെയാണ് ബസിന്റെ ഈ മരണപ്പാച്ചിൽ. കുറ്റിപ്പുറം ദേശീയപാതയിൽ റെയിൽവേ മേൽപ്പാലത്തിന് സമീപം സ്വകാര്യ ബസ് ഡിവൈഡറിലിടിച്ച് തലകീഴായി മറിഞ്ഞ് ഒരാൾ മരിക്കുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത അപകടത്തിൽ മോട്ടോർ വാഹന വകുപ്പ്, പോലീസ്, നാറ്റ്പാക്ക്, ദേശീയപാത അതോറിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ സംയുക്ത പരിശോധന പൂർത്തിയായി. വളവിൽ വാഹനം അമിതവേഗതയിലായിരുന്നതും മഴയെ തുടർന്നുണ്ടായ അക്വാ പ്ലെയിനിങ്ങുമാണ് അപകടത്തിന് പ്രാഥമിക കാരണമായതെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. പരമാവധി 50 കിലോമീറ്റർ മാത്രം വേഗപരിധിയുള്ള പ്രദേശത്ത് 100 കിലോമീറ്ററിലധികം വേഗത്തിലാണ് വാഹനം സഞ്ചരിച്ചിരുന്നത്. മഴയുള്ള സമയത്ത് ഇത്രയും ഉയർന്ന വേഗതയിൽ വളവ് തിരിയാൻ ശ്രമിച്ചപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെടുകയോ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയതിനെ തുടർന്ന് വാഹനം വഴുതിമാറുകയോ ചെയ്തിരിക്കാമെന്നാണ് അനുമാനം. ഭാരമേറിയ വാഹനങ്ങളിൽ ഇത്തരത്തിൽ അമിതവേഗതയിലെത്തുമ്പോൾ ഭാരമാറ്റം മൂലവും അപകട സാധ്യത വർദ്ധിക്കുന്നുണ്ട്. റോഡിന്റെ നിർമ്മാണം സംബന്ധിച്ച് വിശദമായ പഠനങ്ങൾക്ക് ശേഷം 2 ആഴ്ചയ്ക്കകം നാറ്റ്പാക്ക് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. നിലവിലെ റോഡ് ഡിസൈൻ രാജ്യാന്തര മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുള്ളതാണെന്ന് പ്രാഥമിക നിഗമനമെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്ന് റിപ്പോർട്ടിന് ശേഷമേ വ്യക്തമാകൂ. എൻഫോഴ്സ്മെന്റ് RTO TP യൂസഫ്, ഡിവൈഎസ്പി സുനിൽ പുളിക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരായ K നിസാർ, മുഹമ്മദ് ബഷീർ, കുറ്റിപ്പുറം SHO K മണികണ്ഠൻ, SI KS സുധീർ എന്നിവരും നാറ്റ്പാക്ക് NHI പ്രതിനിധികളും പരിശോധനയിൽ പങ്കെടുത്തു. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ നാഷണൽ ഹൈവേയിലൂടെയുള്ള ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പല ഡ്രൈവർമാർക്കും അറിയില്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ധാരാളം വാർണിംഗ് ബോർഡുകൾ നമ്മൾ വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ടേണിങ്ങിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ സ്പീഡ് കാണിച്ചിട്ട് കൃഷിയിടത്തിലിറങ്ങിയ കാട്ടുപന്നികൾ തെങ്ങിൻ തൈകൾ നശിപ്പിച്ചു. കാട്ടകമാൽ പഞ്ചായത്തിലെ പഴഞ്ഞി മൂലേപ്പാട് കൊള്ളനൂർ വീട്ടിൽ ഗ്രിഗോറിയോസിന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ചത്. സ്ഥിരമായി കൃഷിസ്ഥലത്ത് പന്നി ഇറങ്ങാറുണ്ടെന്നും പ്രശ്നത്തിന് അധികൃതർ ശാശ്വത പരിഹാരം കാണണമെന്നും കർഷകൻ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഏർപ്പെടുത്തിയ സൗജന്യ വെർച്വൽ ക്യൂ ദർശനത്തിനുള്ള ഓഗസ്റ്റ് മാസത്തെ മുഴുവൻ സ്ലോട്ടുകളും അതിവേഗം ബുക്ക് ചെയ്തു കഴിഞ്ഞു. ഓൺലൈൻ ബുക്കിംഗ് സംവിധാനങ്ങൾ ഒരുക്കി ചുരുങ്ങിയ ദിവസങ്ങൾക്കകം തന്നെ ഭക്തർക്കിടയിൽ ഈ സംവിധാനം ഏറെ സ്വീകാര്യത നേടിയിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസത്തിലെ 8 ദിവസങ്ങളിലെയും മുഴുവൻ സ്ലോട്ടുകളാണ് ഇതിനോടകം പൂർണ്ണമായി ബുക്ക് ചെയ്യപ്പെട്ടത്. സെപ്റ്റംബറിലെ സ്ലോട്ടുകൾ ദേവസ്വം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ സംവിധാനത്തിലൂടെ ആകെ 19,200 പേർക്കാണ് ഓഗസ്റ്റിൽ വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് അവസരം ലഭിക്കുക. ഓഗസ്റ്റിലെ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 8 സമയങ്ങളിലായി 300 പേർക്ക് വീതമാണ് വെർച്വൽ ക്യൂ വഴി പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. വെർച്വൽ ക്യൂ ദർശനമുള്ള ഓഗസ്റ്റ് 25 ചിങ്ങത്തിലെ ഉത്രാടം, 28 അവിട്ടം എന്നീ ദിവസങ്ങൾ പൊതു അവധി ദിവസങ്ങളാണ്.
ഉത്രാട കാഴ്ചക്കുല സമർപ്പണം പോലെയുള്ള ചടങ്ങുകൾ നടക്കുന്നതിനാൽ ഈ ദിവസങ്ങളിൽ ബുക്ക് ചെയ്ത സമയത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ദേവസ്വത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് ഇതിനായി ബുക്ക് ചെയ്യേണ്ടത്. ബുക്കിംഗ് നടത്തിയതിന്റെ ഡൗൺലോഡ് ചെയ്ത പകർപ്പും ഒപ്പം ആധാർ കാർഡും സഹിതം ക്ഷേത്രനടയിലെത്തി സെക്യൂരിറ്റി ജീവനക്കാരെ കാണിക്കണം. ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് എത്തിച്ചേരുന്നവർക്കായി പ്രത്യേക ക്യൂ സംവിധാനം ഏർപ്പെടുത്തും. രാവിലെ 7 മുതൽ 10 വരെയും ഉച്ചയ്ക്ക് 12 മുതൽ 1 മണി വരെയും വൈകിട്ട് 4 മുതൽ 5 മണി വരെയുമാണ് ബുക്ക് ചെയ്തവർക്ക് നിലവിൽ അനുവദിച്ചിരിക്കുന്ന ദർശന സമയങ്ങൾ. മണിക്കൂറിൽ 300 പേർക്കാണ് പ്രവേശനം. പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഈ സംവിധാനത്തിന്റെ വിജയമനുസരിച്ച് വരും ദിവസങ്ങളിൽ എല്ലാ ദിവസവും വെർച്വൽ ക്യൂ സംവിധാനം ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കുന്നുണ്ടെന്ന് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് പറഞ്ഞു. ഫിറ്റ്നസോ മറ്റാവശ്യമായ രേഖകളോ ഇല്ലാതെ വിദ്യാർത്ഥികളെ കൊണ്ടുപോയിരുന്ന 2 സ്വകാര്യ വാഹനങ്ങൾ ഗുരുവായൂരിൽ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. ചിറ്റാടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികളെ കൊണ്ടുപോയിരുന്ന വാഹനങ്ങളാണ് പിടികൂടിയത്. 2 വാഹനങ്ങൾക്കും ഫിറ്റ്നസിന് പുറമെ ഇൻഷുറൻസ്, ടാക്സ്, പെർമിറ്റ് എന്നിവയും ഉണ്ടായിരുന്നില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഒരു വാഹനത്തിന് 27,500 രൂപയും മറ്റ് വാഹനത്തിന് 8,000 രൂപയും പിഴ ചുമത്തി. ഡ്രൈവർമാർക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകി. 2 വാഹനങ്ങളുടെയും ഡ്രൈവർമാരുടെ ലൈസൻസ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തതിന് നടപടി സ്വീകരിച്ചതായി ജോയിന്റ് RTO അറിയിച്ചു. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്ന് സർക്കാർ മാർഗനിർദ്ദേശം പാലിക്കാത്തതിന് സ്കൂളിനെതിരെ വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് നൽകുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആശാവർക്കർമാരുടെ അഭിമുഖത്തിലും വാർഡ് മെമ്പറെ ആശാവർക്കറായി നിയമിച്ചതിലും അപാകതയുണ്ടെന്ന് ആരോപണം. പ്രതിപക്ഷമായ LDF അംഗങ്ങൾ പഞ്ചായത്ത് യോഗത്തിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി പ്രതിഷേധിച്ചു. ജൂലൈ 9 നടന്ന ആശാവർക്കർ അഭിമുഖത്തിൽ വാർഡ് 14 ഇന്റർവ്യൂ ബോർഡിൽ അംഗമായ ശുഭ അനിൽകുമാറിനെ അഭിമുഖത്തിന്റെ തീയതിയും സമയവും രേഖാമൂലം അറിയിക്കുകയുണ്ടായില്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. അന്നേ ദിവസം വാർഡ് 16 നടന്ന അഭിമുഖത്തിൽ 14 ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിട്ടും അതേ വാർഡിലെ തന്നെ പഞ്ചായത്ത് അംഗത്തെ ആശാവർക്കറായി തിരഞ്ഞെടുക്കുന്ന സ്ഥിതിയുണ്ടായി. ഇത് രണ്ടും പഞ്ചായത്തിലെ മറ്റുദ്യോഗാർത്ഥികളെ അവഹേളിക്കുന്നതും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വ്യക്തിതാൽപര്യങ്ങളെ സംരക്ഷിക്കുന്നതുമാണെന്ന് LDF മെമ്പർമാർ ആരോപിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്ത് 9-ാം തീയതി നടന്ന ആശാ നിയമനവുമായി ബന്ധപ്പെട്ട് ആ വാർഡിലെ മെമ്പറായ എന്നെ മെഡിക്കൽ ഓഫീസറോ പഞ്ചായത്തോ രേഖാമൂലം ഒരറിയിപ്പും നമുക്ക് നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഇന്റർവ്യൂ ബോർഡിൽ അംഗമാവാൻ നമുക്ക് സാധിച്ചുമില്ല. അതേസമയം 16-ാം വാർഡിലെ മെമ്പർ തന്നെ ആശാവർക്കറായി നിയമിക്കുന്ന രീതിയാണ് ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചത്. അതിനെതിരെയാണ് LDFന്റെ പ്രതിഷേധം. അതുമാത്രമല്ല, 5 ദിവസം മുന്നേ മാത്രം അജണ്ട ഇട്ടപ്പോൾ മാർക്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാതെ ഇന്ന് പേര് നമ്മുടെ സെക്രട്ടറി വായിക്കുകയാണ് ഉണ്ടായത്. അതിനെതിരെ ആ തത്സമയത്താണ് പ്രസിഡന്റ് പോലും അറിഞ്ഞതെന്ന നുണയാണ് നമ്മുടെ മെമ്പർമാരെടുത്ത് ഇന്ന് പറഞ്ഞത്. അതിനെതിരെ LDFന്റെ എല്ലാ മെമ്പർമാരും പ്രതിഷേധിക്കുന്നു. ഇന്നു നടന്ന പഞ്ചായത്ത് യോഗത്തിൽ 9 LDF അംഗങ്ങളും വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. തുടർന്ന് പ്രതിഷേധ പ്രകടനം നടത്തി. വേലൂർ ഫാമിലി ഹെൽത്ത് സെന്ററിലെ ആശാവർക്കർമാരുടെ അഭിമുഖത്തിനെതിരെ LDF അംഗങ്ങൾ ഉയർത്തുന്ന ആരോപണം വാസ്തവവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമേന്ദ്രൻ പറഞ്ഞു. 14-ാം വാർഡ് മെമ്പറെ അഭിമുഖ വിവരം അറിയിച്ചില്ല എന്ന പരാതി തെറ്റാണ്. ഇവരെ അറിയിച്ചതിന് രേഖകളുണ്ട്. നിയമപ്രകാരമുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് അഭിമുഖം നടത്തിയിട്ടുള്ളത്. വാർഡ് മെമ്പറെ തെരഞ്ഞെടുത്തതിൽ അപാകതയില്ല. വാർഡ് മെമ്പർ ആശാവർക്കർ ആകുന്നതിൽ നിയമപ്രകാരം തെറ്റുമില്ല. ഇതിനു മുൻപും പഞ്ചായത്ത് അംഗങ്ങൾ ആശാവർക്കറും അംഗൻവാടി അധ്യാപികയും ആയിട്ടുണ്ട്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അനാവശ്യ സമരങ്ങളാണ് LDF മെമ്പർമാർ നടത്തുന്നത്. നിയമവിരുദ്ധമായ ഒരു നിയമനവും നിലവിലെ ഭരണസമിതി സ്വീകരിച്ചിട്ടില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമേന്ദ്രൻ പറഞ്ഞു. ഇന്റർവ്യൂ ബോർഡിൽ ഏറ്റവും കൃത്യമായിട്ട് പെർഫോം ചെയ്ത ആളുടെ, പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആളുടെ അടിസ്ഥാനത്തിലാണ് മാർക്ക് ഇടുന്നത്. ഇതിൽ മറ്റ് എല്ലാ 5 ആൾക്കാരും ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഒരു മാർക്ക് ഇടുന്നത്. മറ്റുള്ളവരെല്ലാവരും മറ്റുള്ള രീതിയിലുള്ള അവരുടെ മാർക്കാണ് പെർഫോമൻസിനനുസരിച്ച് മാർക്ക് ഇട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് അംഗീകരിക്കുകയും ആ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും അത് DMOയ്ക്ക് അയച്ചു കൊടുക്കുകയും അത് പഞ്ചായത്ത് കമ്മിറ്റീനെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്റർവ്യൂ അടക്കം കൃത്യമായിട്ട് ജനങ്ങളുടെ രീതിയിൽ, സുതാര്യമായിട്ടുള്ള രീതിയിൽ മാത്രമാണ് പഞ്ചായത്ത് ഇപ്പോഴും കൊണ്ടുപോയിട്ടുള്ളത്. കടവല്ലൂർ പഞ്ചായത്തിൽ നാട്ടുകാരിൽ നിന്ന് പിരിച്ച കെട്ടിട നികുതി സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി തട്ടിപ്പ് നടത്തിയ ക്ലർക്ക് PS സാജിദിനെ താൽക്കാലികമായി ജോലിയിൽ നിന്ന് മാറ്റി. തദ്ദേശ വിജിലൻസ് ഉദ്യോഗസ്ഥൻ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ. ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച സസ്പെൻഷൻ ഉത്തരവ് സാജിദിന് കൈമാറി. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതർ ഇന്നലെ
വിജിലൻസ് ഓഫീസിലെത്തി പരാതി നൽകി. പഞ്ചായത്ത് നടത്തിയ പരിശോധനകളിൽ 5 ലക്ഷത്തോളം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവം അധികൃതർ അറിഞ്ഞതോടെ സാജിത്ത് 3,76,641 രൂപ പഞ്ചായത്തിന്റെ ഔദ്യോഗിക അക്കൗണ്ടിലേക്ക് തിരിച്ചടച്ചിരുന്നു. വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡിന്റെ പുനർനിർമ്മാണം നടത്താൻ തയ്യാറാകാത്ത കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതിക്കും AC മൊയ്തീൻ MLAയ്ക്കുമെതിരെ യുവാക്കളുടെ വേറിട്ട പ്രതിഷേധം. തകർന്നു കിടക്കുന്ന റോഡിലൂടെ ഓഫ് റോഡ് ബൈക്ക് റേസ് നടത്തിയാണ് വെള്ളറക്കാട് വാസ്ക് VFA ക്ലബ് അംഗങ്ങൾ പ്രതിഷേധം നടത്തിയത്. കടങ്ങോട് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണ് വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡ്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയെയും അക്കിക്കാവ് എരുമപ്പെട്ടി ബൈപ്പാസ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന ഈ റോഡ് 4 കിലോമീറ്ററിലധികം ദൂരമാണ് തകർന്ന് കുണ്ടും കുഴിയും നിറഞ്ഞ് യാത്രായോഗ്യമല്ലാതായി കിടക്കുന്നത്. മഴ പെയ്തതോടെ ചെളിക്കുണ്ടായി മാറിയ റോഡിലൂടെ കാൽനടയാത്രയ്ക്ക് പോലും കഴിയാത്ത സാഹചര്യമാണ്. റോഡിലെ വലിയ കുഴികളിൽ ചാടി മറിഞ്ഞു വീണ് ബൈക്ക് യാത്രക്കാർക്ക് പരിക്കുപറ്റുന്നതും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവായി മാറിയിരിക്കുകയാണ്. 10 വർഷം തുടർച്ചയായി ഭരിച്ച LDF പഞ്ചായത്ത് ഭരണസമിതിയും 15 വർഷം തുടർച്ചയായി കുന്നംകുളം മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുകയും 5 വർഷം മന്ത്രിയായിരിക്കുകയും ചെയ്ത AC മൊയ്തീൻ MLAയും റോഡിനെ അവഗണിച്ചുവെന്ന് നാട്ടുകാർക്ക് പരാതിയുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ കടുത്ത പ്രതിഷേധമായിട്ട് വാസ്ക് VFA മുന്നിട്ടിറങ്ങുമെന്നുള്ള ഒരു താക്കീതാണ്. വളരെ ശക്തമായി തന്നെ ഈ റോഡിനെതിരെ ഇനിയുള്ള ദിവസങ്ങളിൽ അധികാരികൾ ഇതിൽ കണ്ണു തുറന്നില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ വാസ്ക് VFAയുടെ ഭാഗത്തു നിന്നാണെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇത് പല സമയം ഉദ്ഘാടനം പോവുക നാട്ടുകാരെ ഇങ്ങനെ കളിയാക്കുക എന്നുള്ള രീതിയിലാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാം യുവാക്കളുടെ ഒരു സമരമായിട്ടാണ് ഇതിനെല്ലാവരും. നമ്മളെ ഇത്തരം ചെറുപ്പക്കാരൊന്നും ഇങ്ങനെയുള്ള സമരങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നില്ല. പക്ഷേ ഇവിടെയുള്ള ഓരോ അവസ്ഥയിലും ഇപ്പോൾ ഒരു ആൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അവർ വേറെ വഴികളിലൂടെയാണ് പോകുന്നത്. ഒരു പ്രസവിച്ച ഒരാൾക്ക് ഒരു ഡെലിവറിക്ക് ഒരാളെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. 4.5 കോടി രൂപ റോഡിന്റെ പുനർനിർമ്മാണത്തിന് അനുവദിച്ചിട്ടുണ്ടെന്നറിയിച്ച് കഴിഞ്ഞ പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് 3 തവണ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി പഞ്ചായത്ത് ഭരണസമിതിയും MLAയും ജനങ്ങളെ കബളിപ്പിച്ചുവെന്നും പ്രദേശവാസികൾ പറയുന്നു. ഈ നിലവിലെ MLA AC മൊയ്തീൻ കഴിഞ്ഞ ഭരണസമിതി കാലഘട്ടത്തിൽ 3 തവണ നിർമ്മാണോദ്ഘാടനം നടത്തി 4.5 കോടി രൂപ ഫണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും അതിനു മുൻപും ആയിട്ട് 3 തവണകളായിട്ടാണ് ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ടും 1 വർഷക്കാലയളവായിട്ടും ഈ റോഡിന് യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും ഇന്നേ വരെ നടന്നിട്ടില്ല. 50ഓളം ബൈക്കുകൾ അണിനിരുന്ന ഓഫ് റോഡ് ബൈക്ക് റേസ് പ്രതിഷേധത്തിൽ 100-ലധികം യുവാക്കൾ പങ്കെടുത്തു. ക്ലബ്ബ് രക്ഷാധികാരി PU പ്രകാശൻ ബൈക്ക് റേസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. വിജയ്ക്ക് ട്രോഫിയും 4.5 കോടി രൂപയുടെ വാഗ്ദാനം ചെക്കും നൽകി. ക്ലബ്ബ് രക്ഷാധികാരി PK നൌഷാദ്, പ്രസിഡന്റ് CM നിഷാദ്, സെക്രട്ടറി CS അഹമ്മദ്, അഫീഫ്, ലിബിൻ K മോഹൻ, CH ഷംസീർ, CS ശ്രീരാഗ് എന്നിവർ നേതൃത്വം നൽകി. വേലൂർ തയ്യൂർ ആലുക്കൽ ചിറപാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച താൽക്കാലിക നടപ്പാലത്തിന്റെ ഉദ്ഘാടനത്തിന് വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമേന്ദ്രനെയും വാർഡ് മെമ്പർ അൻസാർ തയ്യൂരിനെയും വിളിച്ചിട്ടില്ലെന്ന് പരാതി. CPM-ഉം MLA AC മൊയ്തീനും വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയം കലർത്തുകയാണെന്ന് പ്രസിഡന്റ് ആരോപിച്ചു. കഴിഞ്ഞ ദിവസമാണ് താൽക്കാലിക നടപ്പാലത്തിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചത്. എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ആലുക്കൽ ചിറപാലം. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റിനെയും വേലൂരിലെ CPM മെമ്പർമാരെയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചിരുന്നു. എന്നാൽ നടപ്പാലം നിർമ്മാണത്തിന് വേണ്ടി പൊതുമരാമത്ത് വകുപ്പിലും മന്ത്രിയോടും ഇടപെടലുകൾ നടത്തിയ പഞ്ചായത്ത് പ്രസിഡന്റായ തന്നെയും പാലം നിലനിൽക്കുന്ന വാർഡിലെ മെമ്പറെയും ഉദ്ഘാടനം അറിയിച്ചില്ലെന്ന് സ്വപ്ന രാമേന്ദ്രൻ പറഞ്ഞു. ആ നടപ്പാലം ഉദ്ഘാടനത്തിന് എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റിനെ മാത്രം വിളിക്കുകയും വേലൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റിനെയും ആ വാർഡ് നിൽക്കുന്ന മെമ്പറെ പോലും അറിയിക്കാതെ നടത്തിയതിൽ കോൺഗ്രസിന്റെ മെമ്പർമാർക്കും അതുപോലെ വേലൂർ ഭരണസമിതിക്ക് പ്രതിഷേധമുണ്ട്. അത് ചെയ്തത് വേലൂരിലെ ജനങ്ങളോടുള്ള വഞ്ചനയാണ്, അവരോടുള്ള സ്വജനപക്ഷപാതമാണ്. ഇതിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള എതിർപ്പ് ഉണ്ട്. കാനയുടെ അവസാനം കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് അറ്റകുറ്റപ്പണികൾ പാതി വഴിയിൽ അവസാനിപ്പിച്ചു. പുന്നൂർക്കുളം ഉപ്പുങ്കലിലാണ് മണ്ണ് നികന്ന് കാന മൂടിപ്പോയതായി കണ്ടെത്തിയ സാഹചര്യത്തിൽ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെച്ചത്. വാർഷിക അറ്റകുറ്റപ്പണികൾക്കായി കാന വൃത്തിയാക്കി വന്നപ്പോഴായിരുന്നു സംഭവം. തൃശൂർ മലപ്പുറം ജില്ലാതിർത്തിയായ ഉപ്പുങ്കൽ മുതൽ ചങ്ങരംകുളം വരെയുള്ള 6 കിലോമീറ്റർ റോഡ് അടുത്തിടെയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. പക്ഷേ ഇതിൽ കാനയുടെ നിർമ്മാണ പ്രവൃത്തി ഉൾപ്പെടുത്തിയിരുന്നില്ല.
ഉപ്പുങ്ങലിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന വെള്ളമാണ് കാനയിലൂടെ പാടശേഖരത്തേക്ക് ഒഴുക്കിവിട്ടിരുന്നത്. പക്ഷേ കാലക്രമേണ കാന മണ്ണ് വന്ന് മൂടി. കാനയുടെ പല ഭാഗങ്ങളിലും സംരക്ഷണ ഭിത്തിയുമില്ല. ഉയരമുള്ള പ്രദേശത്തു നിന്ന് വരുന്ന കാന പാടശേഖരത്തിന് 50 മീറ്റർ അകലെ വെച്ച് അവസാനിച്ച അവസ്ഥയിലാണ് ഉള്ളത്. വെള്ളം ഒഴുകിപ്പോകാൻ ഈ ഭാഗത്തു നിന്ന് കുറച്ചു ദൂരം ചാലുകയറിയിട്ടുണ്ട്. പാടശേഖരത്ത് ബണ്ട് നിർമ്മാണത്തിനും മറ്റും റോഡിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ മണ്ണ് ഇറക്കിയിരുന്നു. ഈ കാലഘട്ടത്തിൽ കാന മൂടിപ്പോയിട്ടുണ്ടാകാനാണ് സാധ്യതയെന്ന് പ്രദേശവാസികൾ പറയുന്നു. മൂടിപ്പോയ ഭാഗങ്ങൾ കണ്ടെത്തുന്നതിനായി അടുത്ത ദിവസം ഈ ഭാഗങ്ങളിലെ മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്തുമെന്നും കാന പുനർനിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായും പൊതുമരാമത്ത് എഞ്ചിനീയർ അറിയിച്ചു. ഡൽഹി AKG ഭവനിലെത്തി വിദ്യാർത്ഥി നേതാവ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച കേന്ദ്ര സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് CPM കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തംകുളത്തെ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. കുന്നംകുളം നഗരത്തിൽ നടന്ന പ്രതിഷേധ പൊതുയോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. നീറ്റ് പ്രക്ഷോഭത്തിന് മുന്നിൽ പകച്ചുപോയ കേന്ദ്ര ഭരണകൂടം സംഘപരിവാറിന്റെ നികൃഷ്ടമായ പ്രതികാര രാഷ്ട്രീയമാണ് നടപ്പിലാക്കുന്നതെന്ന് M ബാലാജി പറഞ്ഞു. ജയിലറകളെ കാട്ടി പ്രക്ഷോഭത്തെ തടയാമെന്ന് മോദിയും കൂട്ടരും കരുതേണ്ടതില്ലെന്നും ജനകീയ പ്രതിഷേധങ്ങൾ ഇനിയും ശക്തമായി ഇരമ്പിയാർക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MB പ്രവീൺ, PG ജയപ്രകാശ്, CG രഘുനാഥ്, സീത രവീന്ദ്രൻ, KB ജയൻ, പത്മ വേണുഗോപാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. റോഡരികിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ കല്ലുകൊണ്ട് കോറി വരച്ച് നശിപ്പിക്കുന്ന വിരുദ്ധൻ നിരീക്ഷണ ക്യാമറയിൽ കുടുങ്ങി. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ പന്നിത്തടം പെട്രോൾ പമ്പിന് എതിർദിശയിൽ പ്രവർത്തിക്കുന്ന വർക്ക്ഷോപ്പിലേക്ക് എത്തിച്ചേരുന്ന കാറുകളിലാണ് ഇയാൾ കല്ലുപയോഗിച്ച് കോറി വരയ്ക്കുന്നത്. അറ്റകുറ്റപ്പണികൾക്കും പെയിന്റിങ്ങിനും എത്തുന്ന വാഹനങ്ങൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ റോഡരികിൽ പാർക്ക് ചെയ്യാറുണ്ട്. ഈ കാറുകളിലാണ് കോറലുകൾ വരുത്തുന്നത്. പൊറുതിമുട്ടിയ വർക്ക്ഷോപ്പ് ഉടമ നിരീക്ഷണ ക്യാമറ പരിശോധിച്ചപ്പോഴാണ് കോറി വരയ്ക്കുന്ന വ്യക്തിയെ കണ്ടെത്തിയത്. വർക്ക്ഷോപ്പിന് സമീപം താമസിക്കുന്ന പന്തലിങ്ങൽ അബുവാണ് ഈ സാമൂഹിക വിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് എന്ന് കണ്ടെത്തി പരാതിയും നൽകി. ഇയാൾക്കെതിരെ വർക്ക്ഷോപ്പ് ഉടമ വെള്ളറക്കാട് മനപ്പടി സ്വദേശി പറയങ്ങാട്ടിൽ ഷനാസ് ഇരുമുപ്പെട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഹാൻസ് ചോദിച്ചത് നൽകാത്തതിനെ തുടർന്ന് ഇതര സംസ്ഥാന തൊഴിലാളിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. കഴിഞ്ഞ ദിവസം വൈകിട്ട് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് സംഭവം. കൊൽക്കത്ത സ്വദേശിയായ 48 വയസ്സുള്ള ധനേശ്വർ ബ്രഹ്മ എന്നയാൾക്കാണ് കുത്തേറ്റത്. സംഭവത്തിൽ കുന്നംകുളം കക്കാട് ശങ്കരപുരം സ്വദേശി ബാലചന്ദ്രനാണ് പിടിയിലായത്. മറ്റൊരു രോഗിയുമായി കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയ പ്രതി ആശുപത്രിക്കുള്ളിൽ വെച്ച് ബഹളം വെച്ചതിനെ തുടർന്ന് ജീവനക്കാർ ഇദ്ദേഹത്തെ പുറത്താക്കുകയും സംഭവം പോലീസിൽ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് പ്രതിക്കൊപ്പമുണ്ടായിരുന്ന മറ്റൊരു സുഹൃത്ത് പ്രതിയെ ആശുപത്രിയുടെ ഫാർമസിക്ക് സമീപം കസേരയിലിരുത്തി. ഈ സമയത്ത് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സ്ഥലത്ത് നിന്നിരുന്ന അതിഥി തൊഴിലാളിയോട് പ്രതി ഹാൻസ് ആവശ്യപ്പെടുകയും ഇത് നൽകാത്തതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയുമായിരുന്നു. പ്രകോപിതനായ പ്രതി കയ്യിൽ കരുതിയ കത്തിയെടുത്ത് അതിഥി തൊഴിലാളിയെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റ അതിഥി തൊഴിലാളി കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പിന്നീട് താലൂക്ക് ആശുപത്രി ആംബുലൻസ് പ്രവർത്തകർ ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കർക്കിടക വാവുദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട് കൂട്ടായ്മ നൽകി വരുന്ന പിതൃസ്മൃതി പുരസ്കാരത്തിന് കഥകളി ആചാര്യൻ ഡോക്ടർ കലാമണ്ഡലം ഗോപിയെയും മാതൃസ്മൃതി പുരസ്കാരത്തിന് കലാമണ്ഡലം സരസ്വതിയെയും തെരഞ്ഞെടുത്തതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും ഉൾപ്പെടുന്നതാണ് 2 പുരസ്കാരങ്ങളും. തെക്കുമുറി മാധവൻ നായരുടെ സ്മരണാർത്ഥമാണ് പിതൃസ്മൃതി പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടിയൂർ സുശീലമ്മയുടെ സ്മരണാർത്ഥമാണ് മാതൃസ്മൃതി പുരസ്കാരം നൽകുക. ആഗസ്റ്റ് 12-ന് ഗുരുവായൂർ രുക്മണി റീജൻസിയിൽ നടക്കുന്ന പിതൃസ്മൃതി സദസ്സിൽ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. കൂട്ടായ്മ ഭാരവാഹികളായ KT ശിവരാമൻ നായർ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, അനിൽ കല്ലാട്ട്, ബാലൻ വാർനാട്ട്, നിർമ്മല നായിക്കത്ത്, ശശി കേനടത്ത്, രവി വട്ടരങ്ങത്ത്, മുരളി അകമ്പടി, ഗീത ഹരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരുമനിയൂരിൽ ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ലൈസൻസ് ഇല്ലാതെയും പ്രവർത്തിച്ചിരുന്ന പലഹാര നിർമ്മാണ കേന്ദ്രം ഗ്രാമപഞ്ചായത്ത് അധികൃതർ നോട്ടീസ് നൽകി സീൽ ചെയ്തു. മൂന്നാംകല്ല് ഫെറി റോഡിൽ പ്രവർത്തിക്കുന്ന അജ്വ സ്നാക്സ് എന്ന സ്ഥാപനമാണ് അടച്ചുപൂട്ടിയത്. കഴിഞ്ഞ ദിവസം വിജിലൻസ് സ്ക്വാഡും ആരോഗ്യവകുപ്പും ചേർന്ന് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അധികൃതർ നടത്തിയ പരിശോധനയിൽ ചാക്കിൽ കെട്ടി പുഴുവരിച്ച നിലയിൽ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തുകയായിരുന്നു. ഒരുമനിയൂർ സ്വദേശി മുസ്തഫയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ഇവിടെ നിർമ്മിക്കുന്ന
കക്ക സമൂസ, ചിക്കൻ സമൂസ എന്നിവയ്ക്കായി സൂക്ഷിച്ചിരുന്ന കേടുവന്ന് രൂക്ഷമായി ദുർഗന്ധം വമിക്കുന്ന 2 ചാക്ക് സമൂസ ലീഫുകൾ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. വർഷങ്ങളായി ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിച്ചു വന്നിരുന്നത്. തൊഴിലാളികൾക്ക് ആരോഗ്യ വിഭാഗത്തിന്റെ ഹെൽത്ത് കാർഡോ സ്ഥാപനത്തിന് ആവശ്യമായ സാനിറ്ററി സർട്ടിഫിക്കറ്റോ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ജലപരിശോധനാ റിപ്പോർട്ടോ നിലവിലില്ലെന്ന് പരിശോധനയിൽ വ്യക്തമായി. പൊതുജനാരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തി പ്രവർത്തിച്ച സ്ഥാപനത്തിനെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കർക്ക് കെട്ടിട നികുതി ഇനത്തിൽ പിരിച്ചെടുത്ത ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ ഷാജി കോയാലിപ്പറമ്പിൽ ഒറ്റയാൾ പ്രതിഷേധ സമരം നടത്തി. തട്ടിപ്പിന് കൂട്ടുനിന്ന പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക, ഭരണസമിതി പിരിച്ചുവിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. പെരുമ്പാവൂർ സെന്ററിൽ നിന്നും ആരംഭിച്ച ഒറ്റയാൾ പ്രതിഷേധ സമരം കടവല്ലൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സമാപിച്ചു. ഈ പഞ്ചായത്ത് ഭരിക്കുന്ന 25 വർഷത്തിലധികമായി ഈ പഞ്ചായത്ത് ഭരിക്കുന്ന CPM നിയന്ത്രണത്തിലുള്ള ഭരണസമിതി ഈ പഞ്ചായത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ അഴിമതിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായും ഇതിന് അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ഇതിൽ വലിയ അഴിമതികൾ പുറത്തു വരാനുണ്ട് എന്ന് ഈ ചെറിയ കാര്യം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി. പുന്നൂർക്കുളം മേഖലയിൽ തെരുവു നായ്ക്കളുടെ ശല്യം അതിരൂക്ഷമാകുന്നു. പ്രദേശവാസികൾ ആശങ്കയിൽ. പ്രദേശത്ത് ചുറ്റിത്തിരിയുന്ന നായകൾ മനുഷ്യർക്കും വളർത്തുമൃഗങ്ങൾക്കും ഭീഷണിയാകുകയാണ്. ഇരുചക്രവാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് നേരെ ചാടിയിരുന്ന നായകൾ അടുത്തിടെ നിരവധി അപകടങ്ങൾക്കും വഴിവെച്ചു. പുഴിക്കള, ആൽത്തറ, ആറ്റുപുറം, പരൂർ, പനന്തറ എന്നിവിടങ്ങളിലാണ് തെരുവുനായ ശല്യം രൂക്ഷമായിട്ടുള്ളത്. മാലിന്യങ്ങളും മറ്റവശിഷ്ടങ്ങളും പൊതുനിരത്തിലും പൊന്തക്കാടുകളിലും തള്ളുന്നതാണ് നായ്ക്കൾ പൊതുനിരത്തിൽ വിഹരിക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. രാത്രികാലങ്ങളിൽ ഇരുചക്രവാഹനങ്ങളിൽ ഇടറോഡുകളിലേക്ക് കടന്നാൽ ഏതു സമയവും നായ്ക്കളുടെ ആക്രമണം ഉണ്ടായേക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രഭാത സവാരിക്കിറങ്ങുന്നവരും നായ്ക്കളെ ഭയന്നാണ് സഞ്ചരിക്കുന്നത്. തെരുവുനായ ശല്യം ഒഴിവാക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉടൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. തിരുവത്ര പുത്തൻകടപ്പുറം GF-UP സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ചാവക്കാട് നഗരസഭ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP രഞ്ജിത് കുമാർ നിർവഹിച്ചു. സ്കൂൾ ഹെഡ് ബോയ് RT മുഹമ്മദ് ഷയാൻ, PTA പ്രസിഡന്റ് VS ഹാഷിം, HM ഇൻചാർജ് SK പ്രിയ, സ്റ്റാഫ് സെക്രട്ടറി MK സലീം, MR ഐശ്വര്യ, AS സന്ധ്യ തുടങ്ങിയവർ സംസാരിച്ചു. CPIM കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ അതിക്രമിച്ച് കയറി SFI നേതാവ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച ദില്ലി പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് എളവള്ളി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. വാഗയിൽ നടന്ന പ്രതിഷേധ യോഗം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PA ഷൈൻ അധ്യക്ഷനായി. KP രാജു, TK സഞ്ജിത്ത്, TD സുനിൽ, KM പരമേശ്വരൻ, സുമ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ സായി സഞ്ജീവന ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുപൂർണിമ ആഘോഷിച്ചു. മമ്മിയൂർ സായി മന്ദിരത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. മൗനയോഗി സ്വാമി ഹരിനാരായണൻ അനുഗ്രഹ ഭാഷണം നടത്തി. ചലച്ചിത്ര സംവിധായകൻ വിജീഷ് മണി, വാർഡ് കൗൺസിലർ ബിന്ദു നാരായണൻ, ഭാഗവതാചാര്യൻ CM മണികണ്ഠ വാര്യർ, അരുൺ C നമ്പ്യാർ, K വിപിൻ, സബിത രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുപൂർണിമയുടെ ഭാഗമായ രാമായണ പാരായണം, ഗുരുപാദ പൂജ, സത്സംഗം, മൗനയോഗ പരിശീലനം, കലാപരിപാടികൾ എന്നിവയുണ്ടായി. കലാമണ്ഡലം ജിനേഷ് അവതരിപ്പിച്ച രാമാനുചരിതം ഓട്ടൻതുള്ളൽ, സതീഷ് ഗുരുവായൂർ നയിച്ച ഭജന എന്നിവയും ഉണ്ടായിരുന്നു. ഡിവൈഎഫ്ഐ കാട്ടകാമ്പാൽ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയറേറിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ ക്യാമ്പയിന്റെ 19ാം ഘട്ടത്തിന്റെ ഭാഗമായി തൃശൂർ മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് വിതരണം നടത്തി. മേഖലയിലെ 13 യൂണിറ്റുകളിൽ നിന്ന് 4592 പൊതിച്ചോറുകൾ ശേഖരിച്ചാണ് വിതരണം ചെയ്തത്. 16 പേർ രക്തം ദാനം ചെയ്തു. മേഖലാ സെക്രട്ടറി അനുമോൻ C തമ്പി, പ്രസിഡന്റ് VS ലെനിൻ, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ MS ശിവാനി, KS അനിരുദ്ധൻ, PB നിവേദ്, KK ബിജിത്ത്, PJ സിജോ, PM വൈഷ്ണവ്, VS സഞ്ജയ്, യൂണിറ്റ് സെക്രട്ടറിമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി.
റോഡ് നവീകരണം മന്ദഗതിയിലായതോടെ ചാലിശ്ശേരി പട്ടാമ്പി പാതയിൽ ഓടിയെത്താനാകാതെ ബസ്സുകൾ. സമയനഷ്ടം മറികടക്കാൻ പലപ്പോഴും ബസ്സുകൾ ഓടുന്നത് അമിത വേഗതയിലാണ്. ചാലിശ്ശേരി മുതൽ പട്ടാമ്പി വരെ ബസ്സുകൾക്ക് ഓടിയെത്താനുള്ള സമയം 27 മിനിറ്റാണ് അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ പലപ്പോഴും ഇതിന് കഴിയാറില്ല. കുണ്ടും കുഴിയും താണ്ടി പട്ടാമ്പി എത്തുമ്പോഴേക്കും 10 മിനിറ്റോളം വൈകും. കൂറ്റനാട് സെന്ററിലെ ബ്ലോക്കിൽപ്പെട്ടാൽ സമയനഷ്ടം വീണ്ടും വർദ്ധിക്കും. പിന്നീട് ഈ സമയം ഓട്ടത്തിൽ ശരിയാക്കിയെടുക്കണമെങ്കിൽ ഡ്രൈവർമാർക്ക് അമിത വേഗതയിൽ ബസ് ഓടിക്കേണ്ട സ്ഥിതിയാണ്. പട്ടാമ്പി ടൗൺ കടക്കാൻ വീണ്ടും വിയർക്കണം. ബസ് സ്റ്റാൻഡിന് മുൻപിലെ കുഴികളും ബ്ലോക്കും കടന്ന് ചെർപ്പളശ്ശേരി റോഡ് ജംഗ്ഷനിലെത്തണമെങ്കിൽ ദുരിതമേറെയാണ്. സ്വകാര്യ ബസ്സുകാർക്ക് വർഷങ്ങളായുള്ള ദുരിതപാതയാണ് ചാലിശ്ശേരി പട്ടാമ്പി റൂട്ട്. നിലവിൽ ചാലിശ്ശേരി തണത്തറ പാലം മുതൽ കൂറ്റനാട് വരെയുള്ള പാതയാണ് നവീകരിക്കുന്നത്. കലുങ്കുകളുടെ നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിൽ റോഡിൻ്റെ പകുതി ഭാഗം അടച്ചിട്ടാണ് പ്രവൃത്തി നടക്കുന്നത്. മറുഭാഗത്ത് കുഴികളും വെള്ളക്കെട്ടുമാണ്. ഇതുവഴി ഗതാഗത തടസ്സം നേരിടാനാകാതെ കടന്നുപോകാനാകില്ല. മഴ ശക്തമായാൽ പണി നിർത്തിവെക്കും. പിന്നെ ദിവസങ്ങളോളം ചെളിക്കുളമായാണ് പാത കിടക്കുക. സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റാത്ത പാതയായി മാറിയതിനാൽ യാത്രക്കാരും കയറാൻ മടിക്കുന്ന സ്ഥിതിയാണ്. വാഹനം കുഴികളിൽ വീണാൽ സീറ്റിലിരിക്കുന്ന യാത്രക്കാർ ഉയർന്നു പൊങ്ങും. കമ്പികളിൽ പിടിച്ചു നിന്നാലും സുരക്ഷിതമായി നിൽക്കാനാകില്ല. ഇതോടെ സ്വന്തം വാഹനങ്ങളുമായി മറ്റ് ഇടറോഡുകളിലൂടെ യാത്രക്കാർ പോകുന്ന സാഹചര്യമാണെന്ന് ബസ് ജീവനക്കാർ പറയുന്നു. 34 ബസ്സാണ് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നത്. ഓരോ ബസ്സിനും 4 ട്രിപ്പ് വീതം 136 സർവീസാണ് ഈ വഴി ദിവസേന കടന്നു പോകുന്നത്. ഓരോ ബസ്സിനും 370 കിലോമീറ്ററോളം ഓടേണ്ടതുണ്ട്. 102 ലിറ്റർ ഡീസലെങ്കിലും ദിവസേന അടിക്കേണ്ടി വരുമെന്ന് ബസ് ഉടമകൾ പറയുന്നു. UDF സർക്കാർ കേരളത്തെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്നു ആരോപിച്ച് വൈദ്യുതി നിയന്ത്രണത്തിനെതിരെ CPM മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. പുന്നയൂർക്കുളം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആൾത്തറ സെന്ററിലായിരുന്നു പ്രതിഷേധം. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം വി അപ്പു മാസ്റ്റർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TS സുരേഷ്, കുട്ടിലിങ്ങൽ ബ്രാഞ്ച് സെക്രട്ടറി കമറു, CD ചിത്രാംഗതൻ, മുനീർ, IM അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. കർഷക സംഘം ചൊവ്വന്നൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംയോജിത കൃഷിയുടെ നടീൽ ഉത്സവം നടന്നു. കർഷക സംഘം കുന്നംകുളം ഏരിയ സെക്രട്ടറി KB ജയൻ നടീൽ ഉദ്ഘാടനം നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് PB അനൂപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK സതീശൻ, പ്രശാന്ത് മാസ്റ്റർ, മേഖലാ സെക്രട്ടറി MJ ജോഫി, CPM ലോക്കൽ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ, കർഷക സംഘം മേഖലാ കമ്മിറ്റി അംഗങ്ങളായ KR റബിൻ, ധന്യ സുബിൻ, ദേഷ്മ രജീഷ് എന്നിവർ പങ്കെടുത്തു. പന്തല്ലൂരിലെ മികച്ച കർഷകനായ മനോജിന്റെ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിൽ വെസ്റ്റ് കോസ്റ്റ് ടോൾ ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈകളുടെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ C സൂര്യ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ സിജി സാബു, പഞ്ചായത്ത് അംഗങ്ങളായ A വിജയൻ, മുഹമ്മദ് മോനു, പഞ്ചായത്ത് സെക്രട്ടറി MM ജമീല, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ M ബാലകൃഷ്ണൻ, കൃഷി അസിസ്റ്റന്റ് K ശ്യാം, കർഷകർ തുടങ്ങിയവർ സംബന്ധിച്ചു. ആദ്യഘട്ടത്തിൽ 400 തൈകളാണ് വിതരണത്തിനായി എത്തിയിരിക്കുന്നത്. ചുമട്ടുതൊഴിലാളി യൂണിയൻ ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ CITU ഔദ്യോഗിക മുഖപത്രമായ സന്ദേശം വാർഷിക വരിസംഖ്യ ഏറ്റുവാങ്ങൽ ചടങ്ങ് നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം MN മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ഏരിയ സെക്രട്ടറി AS മനോജ് അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രസിഡന്റ് MK സജീവൻ, യൂണിറ്റ് സെക്രട്ടറി KC അനിൽ, ഏരിയ വൈസ് പ്രസിഡന്റ് ഉണ്ണി വാർനാട്ട്, കോർഡിനേഷൻ കൺവീനർ ജെയിംസ് സാലൂർ, K ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു. ഒരുമനൂർ AIPS സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സിവിൽ എക്സൈസ് ഓഫീസറും വിമുക്തി റിസോഴ്സ് പേഴ്സണുമായ PM ജദീർ ക്ലാസ് നയിച്ചു. PTA പ്രസിഡന്റ് ഹനീഫ് മാളിയക്കൽ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ഷിനി ഫ്ലവർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് PA ഷബീർ നന്ദിയും പറഞ്ഞു. വടക്കേക്കാട് IC ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പുതിയ വിദ്യാർത്ഥി സാരഥികളുടെ ഔദ്യോഗിക സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. സ്കൂൾ ടൂറത്തിൽ നടന്ന ചടങ്ങ് വടക്കേക്കാട് സബ് ഇൻസ്പെക്ടർ NR ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ KC അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. ICA പ്രസിഡന്റ് കോട്ടയിൽ കുഞ്ഞുമോൻ ഹാജി വിശിഷ്ടാതിഥിയായി ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് പരേഡ്, സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്നിവയും ഉണ്ടായി. സ്കൂൾ ഹെഡ് ബോയ് ഹൗസ് അഹമ്മദ്, ഹെഡ് ഗേൾ ലിയ നസ്റിൻ എന്നിവർ ഉൾപ്പെടുന്ന പുതിയ ഭാരവാഹികൾക്ക് പ്രിൻസിപ്പൽ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്ലാഷുകളും ബാഡ്ജുകളും ഉദ്ഘാടകൻ വിതരണം ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ MK മുഹമ്മദ് യൂനസ് സ്വാഗതവും ഹെഡ് ഗേൾ ലിയ നസ്റിൻ നന്ദിയും പറഞ്ഞു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,155 രൂപ, സ്വർണം പവന് 1,05,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 235 രൂപ. ഇരിങ്ങപ്പുറം മച്ചിങ്ങൽ വേലായുധൻ നിര്യാതനായി 75 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ നഗരസഭാ ശ്മശാനത്തിൽ നടന്നു. മാലതി ഭാര്യയാണ്. സരിത, സനിത, സനീഷ് എന്നിവർ മക്കളാണ്. ആറ്റത്ര ആളൂർ കിഴക്കൂട്ട് ജോണി ഭാര്യ സിസിലി നിര്യാതയായി. 95 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് സേവ്യർ ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ഗ്രേസി, സിസ്റ്റർ ലീന, സ്റ്റീഫൻ, ജോസി എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. കുറ്റിപ്പുറത്ത് അപകടത്തിൽപ്പെട്ട സ്വകാര്യ ബസ് ഓടിയത് 100 കിലോമീറ്ററിലധികം വേഗതയിൽ. പ്രദേശത്ത് പരമാവധി വേഗപരിധി 50 കിലോമീറ്റർ മാത്രമാണ് നിരക്കെയാണ് ബസിന്റെ മരണപ്പാച്ചിൽ. വളവിൽ വാഹനം അമിത വേഗതയിലായിരുന്നതും മഴയെ തുടർന്നുണ്ടായ അക്വാപ്ലെയിനിങ്ങുമാണ് അപകടത്തിന് കാരണമെന്ന് പ്രാഥമിക വിലയിരുത്തൽ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഏർപ്പെടുത്തിയ സൗജന്യ വെർച്വൽ ക്യൂ ദർശനം ഹിറ്റാകുന്നു. ഓഗസ്റ്റ് മാസത്തെ മുഴുവൻ സ്ലോട്ടുകളും അതിവേഗം ബുക്ക് ചെയ്തു. ഓൺലൈൻ ബുക്കിംഗ് സംവിധാനങ്ങൾ ഒരുക്കി ചുരുങ്ങിയ ദിവസങ്ങൾക്കകം തന്നെ ഭക്തർക്കിടയിൽ ഈ സംവിധാനം സ്വീകാര്യത നേടിയതോടെ വരും ദിവസങ്ങളിൽ എല്ലാ ദിവസവും വെർച്വൽ ക്യൂ ഏർപ്പെടുത്തുന്ന കാര്യം സജീവ പരിഗണനയിലാണെന്ന് ദേവസ്വം ചെയർമാൻ. വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആശാവർക്കർമാരുടെ അഭിമുഖത്തിലും വാർഡ് മെമ്പറെ ആശാവർക്കറായി നിയമിച്ചതിലും അപാകതയുണ്ടെന്ന് ആരോപിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ പഞ്ചായത്ത് യോഗത്തിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി പ്രതിഷേധിച്ചു. ആരോപണം വാസ്തവവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമേന്ദ്രൻ. ഹാൻസ് ചോദിച്ചത് നൽകാത്തതിന് അതിഥി തൊഴിലാളിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. കൊൽക്കത്ത സ്വദേശിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ കുന്നംകുളം കക്കാട് സ്വദേശി ബാലചന്ദ്രനാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലായിരുന്നു സംഭവം. കടവല്ലൂർ പഞ്ചായത്തിൽ ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ക്ലർക്കിന് സസ്പെൻഷൻ. തദ്ദേശ വിജിലൻസ് ഉദ്യോഗസ്ഥൻ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.